പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. 2016 കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട് പറശ്ശിനിക്കടവാണ്, കണ്ണൂർ ജില്ല. അവിടുന്ന് കാസർഗോഡ് വിദ്യാനഗറിലുള്ള ഈ ഗവൺമെൻറ് കോളേജിലേക്ക് ട്രെയിൻ വഴിയാണ് പോവുക. ഏകദേശം 100 കിലോമീറ്റർ ഒരു സൈഡിലേക്ക് തന്നെ ഉണ്ട്, തിരിച്ചും അത്ര തന്നെ ദൂരമുണ്ട്. ട്രെയിൻ യാത്രയിൽ പൊതുവെ ആൾക്കാരെ പുസ്തകം വായിക്കും, ഫോൺ നോക്കിയിരിക്കും. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഫോൺ എടുത്തിട്ട് നമ്മളെപ്പോഴും യാത്രകളിലാണ് സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. യാത്രകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പുറം ലോകം കാണുന്നതോടൊപ്പം തന്നെ ചിലപ്പോഴെങ്കിലും ഉള്ളിലേക്ക് നോക്കും. ചിലപ്പോൾ നമ്മൾ തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവും ജീവിതത്തിൽ. ആ തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ചിലപ്പോഴെങ്കിലും അതിൻ്റെ ആ അതിരുകൾ പൊട്ടിച്ച് പുറത്തേക്ക് ഒഴുകി മനുഷ്യനെ നവീകരിക്കാൻ പറ്റും യാത്രകൾക്ക്. അതായത് മൊബിലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും എഴുത്തിൻ്റെ വളമാകുന്നത് അങ്ങനെയാണ്. ചെറിയ ഊടുവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം, വണ്ടിയിൽ ചെറിയ ഊടുവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ഊടുവഴികളിലൂടെ ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്താണ് ഊടുവഴികളുടെ തമ്പുരാട്ടിയാണ് ഈ നാട് എന്ന് തോന്നുന്നത്. ആ വാക്യം അങ്ങനെ തന്നെ കല്യാണി നോവലിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ജീവിതവുമായിട്ട് തട്ടിയും മുട്ടിയും ഒക്കെ ചേർന്ന് പോകുന്ന ഒന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സർഗാത്മക സൃഷ്ടി, അല്ലെങ്കിൽ ഏത് സർഗ സൃഷ്ടിയും. എന്തായാലും ഈ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ്, നോവലായിട്ടൊന്നും അല്ലെങ്കിൽ പോലും പെട്ടെന്ന് ബേക്കൽ കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്ന ഒരു ചെറിയ കാട് പ്രദേശം, ഒരു ചെറിയ തുറസോടുകൂടി ഉള്ളിലേക്ക് തുറക്കുന്ന ഒരു കാട്. ആ കാട് നല്ല കട്ടിയുള്ള കാടാണ്. കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ മൂവ് ചെയ്ത് പോകും, പിന്നീടും അത് നഗരപ്രദേശത്തിലേക്ക് കയറും. പക്ഷെ ഈ കാടിൻ്റെ ഒരു ഓർമ്മ, ആ ഒരു ദൃശ്യം, പിന്നോട്ട് ഓടി മറയുന്ന ഒരു കാട്, സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു. നേർത്ത മഴയും ഒക്കെ ഉള്ള ഒരു സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. അങ്ങനെയാണ് ഒരു പക്ഷേ ഈ ഫോണിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എഴുതുന്നത്. അന്നേരം ആ കാട് പുറകോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലേക്ക് വന്ന വാക്ക് ആത്രേകം എന്ന് തന്നെയാണ്. അതെന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഒരു ചെറിയ ഫോണിൻ്റെ നോട്ട് പാഡിൽ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് പതുക്കെ എഴുതി നമ്മളങ്ങനെ ശീലിച്ചു വരുന്നൊരു കാലമാണ്. അപ്പം അതിൽ ഒരു ചെറിയ ഖണ്ഡം എഴുതുന്നുണ്ട്. അത് ഇള എന്ന പേരായ 7 വയസ്സുള്ളൊരു പെൺകുട്ടിയെ നിർബന്ധപൂർവം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ്. അവളെ കൊണ്ടുപോകാൻ വേണ്ടി പടയാളികൾ വന്ന് നിൽക്കുന്നുണ്ട്. അവളുടെ അമ്മ അവളെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവർ വളരെ ദുഃഖിതയാണ്. പക്ഷെ വേറെ നിവൃത്തിയില്ല, കൊട്ടാരത്തിൻ്റെ ഉത്തരവാണ്, അവളെ വിട്ടേ പറ്റൂ. ഇനി ഒന്ന് കാണും എന്നും അറിയില്ല. അവളെ കൊട്ടാരത്തിലേക്ക് പറിച്ചു നടപ്പെടുകയാണ്. അപ്പോൾ ഇവളുടെ കുടുംബത്തിൻ്റെ ഒരു വൈദ്യ പാരമ്പര്യമുണ്ട്. അത് കൊട്ടാരത്തിലേക്ക് ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. അത് രാജകൊട്ടാരത്തിലെ മന്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ജ്യോത്സ്യന്മാരുടെയും നിർദ്ദേശപ്രകാരമാണ്. ഇതാണ് സംഭവം, എഴുതിയിട്ടുള്ള സംഗതി. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ആത്രേയകം എന്ന് പറയുന്ന ദേശത്തെ കുറച്ചും കൂടി ഒന്ന് നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ ആവശ്യത്തിന് ഒന്ന് പൊലിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ നമ്മുടെ തിരക്കുകളിലേക്ക് പോയി. പിറ്റേ ദിവസം ട്രെയിൻ യാത്രയിൽ ഈ സാധനം എടുക്കുന്നു, അതിൻ്റെ തുടർച്ച എഴുതാൻ ശ്രമിക്കുന്നു, പരാജയപ്പെട്ടു പോകുന്നു. കാരണം 25 വർഷം മുമ്പ് ചെറുകഥകൾ എഴുതിയ ഒരു പാരമ്പര്യമുണ്ട് സത്യത്തിൽ. അക്കാലത്ത് എഴുതിയ 12ഓളം ചെറുകഥകൾ ആ കാലത്തെ പ്രശസ്തമായിട്ടുള്ള വീക്കിലികളിൽ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയ കഥകൾ സംസ്ഥാന തലത്തിൽ തന്നെയും യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ സമ്മാനിതമാകുന്നുണ്ട്. അപ്പം നമ്മൾ കരുതുന്നത് നമ്മളൊരു എഴുത്തുകാരിയായി എന്നാണ്. ആ കാലത്തുള്ള എല്ലാവർക്കും ഏകദേശം അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, എഴുതുന്നവർ. പിന്നീട് അവർ എഴുത്തിൽ നിന്ന് പിൻവാങ്ങി. ജീവിതത്തിൻ്റെ മുൻഗണനകൾ കൊണ്ട് ഒരുപാട് പേര് എഴുത്തുപേക്ഷിച്ച് പിൻവാങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം 25 വർഷം മുമ്പത്തെ ഒരു എഴുത്ത് പാരമ്പര്യം വെച്ചിട്ട് 2016 മലയാള സാഹിത്യത്തിലെ നവീന ഭാവുകത്വത്തോട് മത്സരിക്കാനുള്ള കോപ്പുകളൊന്നും കയ്യിലില്ല എന്ന് മനസ്സിലായപ്പോൾ ഒഴിവാക്കി പോവുകയാണ് ചെയ്തത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ 3-4 അധ്യായങ്ങൾ ഒരു വർഷത്തിൽ ഞാൻ എഴുതി നോക്കുന്നുണ്ട് ഈ നോവലിൻ്റെ പല രീതിയിൽ. ഇത് എന്ത് ചെയ്യും, എങ്ങോട്ട് ചെന്ന് കണക്ട് ചെയ്യുന്നൊന്നും അറിയില്ല.
മഹാഭാരതം ഒരു ചെറിയ വളരെ ദൂരെ ഒരു ഭൂമിക ഉണ്ട്. അപ്പൊ എന്തിനാണ് ഇളയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്ത് ചികിത്സിക്കാനാണ്? അന്നേരമാണ് ഇത് വേറെ ഒന്നും പറഞ്ഞാൽ ഒരു പക്ഷേ ഇത് കോർത്ത് വെച്ച് ഫലിപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് ഈ ഭൂമിക ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും മഹാഭാരതം തൊട്ട് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ വ്യഥയില്, ധർമ്മസങ്കടങ്ങളില്, ദാർശനിക പ്രതിസന്ധികളിൽ നമ്മളും പോയി വീഴും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നോവലുകൾ മലയാളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, മറ്റ് ഇന്ത്യൻ ഇതര ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു നോവൽ എഴുതാൻ വാസ്തവത്തിൽ ഒന്നുകിൽ നമുക്ക് കഴിവുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. അതിന്റെ മുകളിലോട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരു കഥാപാത്രത്തിന്റെ വ്യഥയെ പിന്തുടരാതിരിക്കുന്നതാവും നന്നാവുക എന്ന് തോന്നി. പിന്നെ മഹാഭാരതത്തിൽ ഏറ്റവും ഒരു നോവലിനുള്ള വകുപ്പുകളുള്ള എല്ലാവരും ഉള്ളവരാണ്, എന്നാലും കുറച്ച് കൂടുതലുള്ളത് ദ്രൗപദിക്കാണ്. അപ്പൊ കുറച്ച് സംഘർഷങ്ങളും ഒക്കെ ഉള്ളൊരു സമയമായതുകൊണ്ട് എന്നാൽ പിന്നെ ദ്രൗപദിയെ പിടിച്ചു കളയാന്ന് വിചാരിക്കുന്നു. 2 ചാപ്റ്റർ എഴുതുന്നു, അത് ഉപേക്ഷിക്കുന്നു. ഇതാണ് ആത്രേയകത്തിന്റെ ഒരു ആദ്യ ചരിത്രം. 2017 ബ്രണ്ടൻ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്ന സമയത്ത് അന്തരിച്ച കഥാകൃത്ത് KV സുധാകരൻ, ഒരുപക്ഷെ ചിലരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം എൻ്റെ സഹപാഠിയായിരുന്നു. ഞങ്ങള് ബ്രണ്ടൻ കോളേജിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവുന്നു. 2017 ആഗസ്റ്റിലാണ് അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ മരിച്ചു പോകുന്നത്. അദ്ദേഹവും നേരത്തെ ചെറുകഥകൾ എഴുതിയിട്ട് പിന്നെ അത് ഉപേക്ഷിച്ച ഒരാളാണ്. അദ്ദേഹം എഴുത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കടന്ന പനി, മഹാഗണിയുടെ കുഞ്ഞുങ്ങൾ തുടങ്ങിയ കഥകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ എന്നോട് പറഞ്ഞു, നീ എഴുതാൻ അറിയുന്ന നീ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. മലയാളത്തിന്റെ ഭാവുകത്വമൊക്കെ കുറച്ച് കൂടുതൽ വായിച്ചാൽ നമ്മൾ അധ്യാപകരാണ്, സാഹിത്യ ഗവേഷകരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടച്ച് വിട്ടു പോയിട്ടൊന്നുമില്ല. ഡ്രൈവിംഗ് ഒക്കെ പണ്ട് പഠിക്കുന്ന ഒരു സാധനം, പിന്നെ നമ്മൾ ഇത്ര കാലം വണ്ടി എടുത്തില്ലെങ്കിലും പിന്നീട് അത് നമുക്ക് പറ്റും. എത്ര കാലം കഴിഞ്ഞാണെങ്കിലും ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിയാവും. അപ്പൊ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി എഴുത്തിൽ മുഴുകി. ആ കഥകളുടെ ഒരു ആദ്യ വായനയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം കൂടി ഉണ്ട്. അമ്മ ജിസ ടീച്ചർ അവിടെ ഉണ്ട്, എഴുത്തുകാരിയായിട്ടുള്ള ഇന്ന് നോവലിസ്റ്റ് ആയിട്ടുള്ള ജിസ ടീച്ചർ ഉണ്ട്. ടീച്ചറും എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് 2017 ഞാൻ എത്തിപ്പെടുന്നത്. പക്ഷെ എന്നിട്ടും ഈ നോവലിൽ ഒന്നും ചെയ്യാനുള്ള ഒരു ധൈര്യമൊന്നും വന്നിട്ടില്ല. ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു ചരിത്രം പറയാൻ വെച്ചാൽ ഒരു 2 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിസിബിലിറ്റി, അത് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഇടപഴകിയിട്ട് അവർ നേടിയിട്ടുള്ള ഒരു ദൃശ്യത. പണ്ട് എഴുതിയിരുന്നവര് പിന്നീട് എഡിറ്റർമാരൊന്നും പ്രസിദ്ധീകരിക്കാതിരിക്കുകയും മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിൽ വരാതിരിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് എഴുത്തുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു എഴുത്ത് പ്രതലം അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഒപ്പം സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും വിമർശനങ്ങളെ നേരിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് കേരളീയ സ്ത്രീ കഴിഞ്ഞൊരു 2 പതിറ്റാണ്ട് കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഒരു ഉറപ്പുണ്ട്. തണ്ടലിനുള്ള ബലം എന്നൊക്കെ പറയുന്നത്. ആ ഒരു ബലം തുണയായി എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് തന്നെ സമകാലിക സംഭവങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കല്യാണിയേച്ചി എന്നൊരു കഥാപാത്രത്തെ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫസ്റ്റ് വാക്യം ഇതായിരുന്നു: എടുത്ത പണിക്കേ കുറ്റമുള്ളൂ കല്യാണിയേച്ചി എന്നാണ്. അതായത് നമ്മൾ ഈ കൗടില്യന്റെ ഒക്കെ വാക്യങ്ങള് പ്രസിദ്ധീകരിക്കുമല്ലോ ഇടയ്ക്ക്, വാൾപേപ്പറൊക്കെ ആയിട്ട്. അതേപോലെ ഒറ്റ സാധനം മഹത്വജനം. മഹത്വജനം മഹത്തുക്കൾക്ക് മാത്രം ഉള്ളതല്ലല്ലോ. ഒരു ജീവിതം സാഹസികമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്ന ഏത് സാധാരണ മനുഷ്യനും മഹത്വജനത്തിന് അർഹതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എടുത്ത പണിക്കേ കുറ്റമുള്ളൂ എന്നൊരു വാക്യം എഴുതി കഴിഞ്ഞാൽ അത് കല്യാണിയേച്ചിന്ന് വെറുതെ എഴുതിയിട്ടതാണ്. അതിന് വലിയ പിന്തുണയായിരുന്നു സത്യത്തിൽ. കാരണം ആർക്കൊക്കെയോ അത് റിലേറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പണിയെടുത്ത് തലകുത്തി മറിഞ്ഞിട്ടും കുറ്റം മാത്രം കേൾക്കുന്ന മനുഷ്യർ എല്ലാ കാലത്തും ഭൂമിയിലുണ്ടാകും. അക്കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഒരു പിന്തുണ കിട്ടി. ആ കല്യാണിയേച്ചിയാണ് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ കല്യാണിയേച്ചിക്ക് ദാക്ഷായണി എന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നോവലിലേക്ക് കൊണ്ടുവന്നു. നോവലിൽ നിന്ന് വിളിച്ചിട്ട് പോലും ഇല്ല അതിനെ അത്തരത്തിൽ തുടങ്ങി വെക്കുന്നത്. അതിനൊരുപാട് വായനക്കാർ വന്നു. പിന്നെ അതിനെ മാതൃഭൂമി അത് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഇതെത്ര കോപ്പി അടിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അതിന്റെ എഡിറ്റർ ആയിരുന്ന സുരേഷ് ചേട്ടനോട് ഞാൻ പറയുന്നത് ഒരു 100 അടിച്ചാൽ പോരെയെന്ന് ചോദിച്ചത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അത്രയൊക്കെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ.
അതിപ്പം 50,000 കോപ്പി അത് പിന്നിടുമ്പോൾ എഴുത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ആത്മവിശ്വാസം ഇല്ലാതിരുന്ന ഒരു മധ്യവർഗക്കാരിയായിട്ടുള്ള ഒരു മലയാളി സ്ത്രീക്ക് എത്താവുന്ന ഒരു ദൂരത്തിലാണ് അല്ലെങ്കിൽ ഒരു ഉയരത്തിലാണ് എന്ന് സ്വയം തോന്നുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് പണ്ട് ഉപേക്ഷിച്ച ഈ നോവൽ വീണ്ടും പൊടിതട്ടി എടുക്കുന്നത്. ആദ്യം എന്തുകൊണ്ട് ഈ നോവൽ നിന്നുപോയി എന്നുള്ളതിന്റെ ഉത്തരം അന്വേഷിക്കണമായിരുന്നു ആദ്യം. രണ്ടാമതൊരു നോവൽ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. പൊതുവെ മലയാളികളുടെ വായനയുടെ ഒരു സവിശേഷത, നമ്മളൊരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ വായിക്കുമ്പോൾ ആ എഴുത്തുകാരനിൽ അല്ലെങ്കിൽ എഴുത്തുകാരിയിൽ അവരുടെ ശൈലിയിൽ മുഗ്ധരാകും എന്നുള്ളതാണ്. രണ്ടാമത്തെ കൃതിയിലും നമ്മൾ അതേ ആളെയാണ് അല്ലെങ്കിൽ ആ ആളുണ്ടാക്കിയ അനുഭവമാണ് അന്വേഷിക്കുക. MDയെ നമ്മൾ വായിക്കുന്നത് MDയുടെ രചനാ രീതിയെക്കുറിച്ചും ശൈലിയെക്കുറിച്ചുമുള്ള ഒരു പൂർവ്വബോധത്തിന്റെ കൂടി അടിത്തറയിലാണ്. ഒരു എഴുത്തുകാരനിൽ നിന്നും അല്ലെങ്കിൽ ഒരു എഴുത്താളിൽ നിന്നും ഒരേ എഴുത്ത് തന്നെയാണ് ഉണ്ടാവുക. വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരതാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വ്യത്യസ്തമായിട്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ട് എഴുത്തുകാർ ശ്രമിച്ചാൽ പോലും താൻ ആദ്യം നേടിയ ആ ആനന്ദാനുഭവത്തിന്റെ ട്രേസസ് ഉണ്ടോ എന്ന് നോക്കും അടുത്ത എഴുത്തിൽ. അങ്ങനെയാണ് നമ്മളൊരു എഴുത്തുകാരനെയോ എഴുത്തുകാരിയോ തെരഞ്ഞെടുക്കുന്നത് വീണ്ടും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അടുത്ത കൃതി. അപ്പൊ ഈ ഒരു സംഗതി എൻ്റെ മുന്നിൽ കിടക്കുന്ന ഒന്നാണ്. നാട്ടുഭാഷയുടെ പ്രാദേശികതയുടെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ലോക്കലൈസേഷൻ എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ ഗ്ലോക്കലൈസേഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് ആ കൃതിയെ വായിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു ബലത്തിൽ അവരുദ്ദേശിക്കുന്നത് ഇതേ കൃതി തന്നെ ആയിരിക്കാം. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു മാതൃഭൂമി ഈ നോവൽ അനൗൺസ് ചെയ്തതിന് ശേഷം അതിന്റെ പേര് ഒരു FB പോസ്റ്റ് വരുന്നു, അതിന്റെ ഒരു കമന്റ് വരുന്നു. അതിൻ്റെ ഇടയിൽ കമന്റ് ഇങ്ങനെയാണ്, ആത്രേകം എൻ്റെ വീട്ടിലുണ്ട് എന്നായിരുന്നു ആ വായനക്കാരിയുടെ കമന്റ്. സ്വാഭാവികമായിട്ടും ഞാൻ വല്ലാതെ പരിഭ്രാന്തിയായി. അത് നമ്മൾ ഉണ്ടാക്കിയൊരു പേരാണ്, നമ്മൾ എഴുതിയ നോവലാണെന്നാണല്ലോ വിചാരിക്കുന്നത്. ആത്രേകം എൻ്റെ വീട്ടിലുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ആ കമന്റ് തുടർന്ന് വായിച്ചു നോക്കി. ഞങ്ങൾ കളിച്ചു വളർന്ന ഇടമാണ് അത് എന്നായിരുന്നു അടുത്ത വാക്യം. വീണ്ടും ഞാൻ നോക്കുന്നു, അവിടെയാണ് ഞങ്ങൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കിടന്നിരുന്നത് എന്നായി അടുത്തത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആത്തെ ഇറയകം എന്ന വാക്കാണത്. അകത്തെ ഇറയകം, ഇറയം എന്ന് പറഞ്ഞാൽ വരാന്ത. അപ്പൊ അകവരാന്തയ്ക്ക് കണ്ണൂർ ഭാഷയിൽ പറയുന്ന പേരാണ് ആത്തെ ഇറയം. ആത്തെ ഇറയകം, ആത്തെ ഇറയകം എന്നുള്ളത് വേഗത്തിൽ പറഞ്ഞിട്ട് ആത്തേറയകം എന്ന് വരും. അപ്പൊ ആത്രേകം എന്ന് പറയുന്ന പൗരാണികമായ ഒരു ടൈറ്റിലിനെ പോലും അത്തരത്തിൽ ഒരു പ്രാദേശിക പദമാണ് എന്ന് ധരിച്ചു പോവുക എന്നുള്ളതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതിന്റെ സാക്ഷ്യം. അതായത് ഒരു എഴുത്തുകാരിയിൽ നിന്ന് അവരിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കൃതി അതിന്റെ ഒരു അനുരണനമായിരിക്കാം അടുത്തത് എന്നുള്ള തോന്നലുകൊണ്ടാണ് അത്തരൊരു കമന്റ് വരുന്നത്. ഒരർത്ഥത്തിലും ആ ഒരു കമന്റിനെ ഞാൻ വില കുറച്ച് കാണുന്നില്ല. അത് ഓരോ വായനക്കാരുടെയും അഭിരുചി മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ തോന്നലാണ്. പക്ഷെ ഇതൊരു പൊതു ധാരണ ഇങ്ങനെയുണ്ട്, അതായത് ഒരാൾ അയാളെ ആവർത്തിക്കും എന്നുള്ളത്. അതുകൊണ്ടും കൂടി ഈ നോവൽ, രണ്ടാമതൊരു നോവൽ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ബാധ്യത, ആദ്യത്തെ നോവൽ ഒരു ബാധ്യത ആവരുത് എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടിയത് ഭാഷയിൽ തന്നെയാണ്. ഇപ്പോഴും കല്യാണി എന്നും ദാക്ഷായി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന ടൈറ്റിൽ എഴുതിയതിന് ചീത്ത കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. മെസ്സഞ്ചറിലും മെയിലിലും ഇഷ്ടം പോലെ ചീത്ത വിളികൾ വരാറുണ്ട്. നീ ആദ്യം അക്ഷരം എഴുതാൻ പഠിക്ക്, എന്നിട്ട് നോവൽ എഴുതുന്നൊക്കെയാണ് അത് വരാറുള്ളത്. പിന്നെ ടൈറ്റിലിൽ തെറ്റുണ്ടല്ലോ. ഇപ്പൊ തന്നെ ആത്രേയകത്തിന്റെ പതിപ്പിൽ അതിന് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിന്റെ രചയിതാവിൽ നിന്ന് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലെ കഥ എന്നുള്ളത് അത് അതിന്റെ ടൈറ്റിൽ കവർ പേജിൽ തെറ്റുണ്ട് എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള എഴുത്തുകാർ വായനക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഭാഷയെ ഒരു അർത്ഥത്തിലും നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതിന്റെ നിഴലാവരുത് എന്ന് തോന്നിയത് കൊണ്ട് പലതവണ അതിൽ പണിയെടുത്തിട്ടുണ്ട്. ഒരർത്ഥത്തിലും അനായാസമായ ഒരു പ്രവൃത്തി ആയിരുന്നില്ല അത്. മഹാഭാരതം തന്നെ മതി ഇതിന്റെ ഭൂമിക എന്ന് തീരുമാനിക്കുന്നതും, എന്നാൽ അതിനകത്തെ ഒരു കഥാപാത്രത്തിന്റെയും ഒരു നമ്മൾ അറിയുന്ന വളരെ സോക്കോൾഡ് ആയിട്ടുള്ള വ്യഥകളിൽ കുടുങ്ങി പോകരുത് എന്നുള്ളത് ഒരു തീരുമാനമായിരുന്നു. ഒപ്പം മറ്റൊരു വലിയ വെല്ലുവിളി, നേരത്തെ ഇത് ചെയ്തു വെച്ചിട്ടുള്ളൊരു ഹ്യൂമാനിറ്റേറിയൻ ലാംഗ്വേജ് ഇന്ന് വന്നിട്ടുള്ളൊരു
ഭാഷയുടെ ഒരു പ്രത്യേകതയുണ്ട് ഇത്തരം കൃതികൾ ചെയ്യുന്ന സമയത്ത്. അതുപോലെ CN ശ്രീകണ്ഠൻ നായർ, MT വാസുദേവൻ നായർ, PK ബാലകൃഷ്ണൻ തുടങ്ങിയ ആൾക്കാർ ചെയ്ത് വെച്ച് പോയ ഒന്നിന്റെ മുകളിലാണ് ഇനി പണിയെടുക്കേണ്ടത്. അത് കുറെ കൂടി ബുദ്ധിമുട്ടാണ്. ഒന്ന്, അവര് പുരുഷന്മാരാണ്. പുരുഷന് ഭാഷയുടെ മുകളിൽ സവിശേഷമായൊരു ജ്ഞാനാധികാരമുണ്ട്. എഴുത്താൾ പുരുഷനാവുമ്പോൾ ഭാഷ അയാളുടേതാണ്. അയാൾ മുകളിൽ നിന്നിട്ട് ഭാഷയെ താഴേക്ക് കാണുകയാണ് ചെയ്യുക. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഭാഷയിൽ ഇടപഴകുന്നത് പുരുഷന്റെ സൗന്ദര്യശാസ്ത്ര ഉപകരണങ്ങൾ കൈയാളിക്കൊണ്ടാണ്. അപ്പൊ പുരുഷന്റെ ഭാവുകത്വവും അയാളുടെ തീർപ്പുകളും അയാളുടെ ടൂളുകളും ഉപയോഗിച്ചാണ് അവൾ എഴുതേണ്ടത്. ഈ ഒരു പ്രശ്നം വരും. ഇതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന നിരമിത്രൻ അല്ലെങ്കിൽ നിരമിത്ര എന്നുള്ളത് ഒരു പുരുഷനും സ്ത്രീയും അല്ലാത്തൊരു ലിംഗാവസ്ഥയിലുള്ള ആളാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഭാഷ പൗരുഷമുള്ളതോ സ്ത്രൈണതയുള്ളതോ ആവരുത്. അതിനകത്തുള്ളൊരു ഫ്ലൂയിഡിറ്റി വളരെ പ്രധാനമാണ് ഭാഷയുടെ. അപ്പൊ ആ ഫ്ലൂയിഡിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സംസ്കൃത ജടിലമായിട്ടുള്ള ആഖ്യാനം പറ്റില്ല, സംസ്കൃതം ഒഴിവാക്കാനും പറ്റില്ല. അതേസമയം സമ്പൂർണ്ണ ദ്രാവിഡ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഒരു വിഷയത്തിന് അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ചെയ്യാവുന്നത് പണ്ട് നമ്മുടെ കണ്ണസനൊക്കെ ഭാഷയിൽ ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. അതായത് ദ്രമിഡ സംഘാതാക്ഷരം എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയെ സംസ്കൃത ഭാഷയിലെ പദങ്ങളും മലയാളത്തിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ കണ്ണസൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയാണ് പുഷ്കര പത്രാക്ഷൻ കൗസല്യാപുത്രൻ ജാനകി ഒടുവേറായെ എന്ന് അദ്ദേഹം എഴുതുന്നത്. ഇതിൽ പുഷ്കര പത്രാക്ഷനും കൗസല്യാപുത്രനും സംസ്കൃത പദങ്ങളാണ്. പക്ഷെ അത് നല്ല ദ്രാവിഡ തനിമയോടുകൂടി ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന കാണാം. അത്തരത്തിലൊരു സങ്കരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഭാഷയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഈ പുസ്തകം 6ഓളം തവണ മാറ്റി എഴുതിയതാണ്. 6ഓളം തവണ കഥാപാത്രങ്ങളെ മാറ്റി, വീക്ഷണം മാറ്റി, ഭാഷ മാറ്റി, ഒന്നും ചെയ്ത് മാറ്റാത്തതായിട്ട് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊന്നുമില്ല. എൻ്റെ മെയിൽ, അതായത് മറ്റൊരു മെയിൽ ഉണ്ടാക്കിയിട്ട് എഴുതുന്നത് ആ മെയിലിലേക്ക് ഇടുകയായിരുന്നു പതിവ്, നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ. ആ മെയിലാണ് അതിൻ്റെ സാക്ഷി. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് നമ്മൾ പണിശാലയിലിട്ട് പണി ചെയ്യുന്ന പോലത്തെ ഒരു പണിയായിരുന്നു ഭാഷയെ സംബന്ധിച്ചിടത്തോളം. ഈ ഫ്ലൂയിഡിറ്റി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഒപ്പം മഹാഭാരതം മുഴുവനും വായിക്കേണ്ടി വന്നിട്ടുണ്ട്. മഹാഭാരതത്തിന് ഇന്ത്യ മുഴുവനുള്ള കുറെ അതിൻ്റെ പാൻ ഇന്ത്യൻ വേർഷൻസ് കാണേണ്ടി വന്നിട്ടുണ്ട്. അതായത് മേഘാലയ, ത്രിപുര, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഹാഭാരതം മറ്റൊരു തരത്തിൽ വായിക്കപ്പെടാറുണ്ട്. ബീഹാർ, ഒഡീസ സംസ്ഥാനങ്ങളിലൊക്കെ ശകുനി കുറച്ചും കൂടി പ്രധാനപ്പെട്ട, അതായത് കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വേർഷനുകൾ ഒരുപാടുണ്ട്. കൃഷ്ണയല്ല, ദ്രൗപദി അല്ല, ഉലൂപിയും ചിത്രാംഗതയുമാണ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അർജുനന്റെ പ്രധാനപ്പെട്ട ഭാര്യമാരായിട്ട് വരുന്നത്. പിന്നെ കുറെ കഥകൾ വേറെയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നിഴൽക്കുത്ത് എന്ന് പറയുന്ന ആ ഒരു ആചാരത്തെ കുറിച്ചിട്ട് സൂചനയുണ്ട്. മഹാഭാരതത്തിലെ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം മലയരായ മന്ത്രവാദികൾ പാണ്ഡവരെ നിഴൽക്കുത്ത് നടത്തി കൊന്നുകളയുന്നു. പിന്നീട് അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ് എന്നുള്ള കഥ മഹാഭാരതത്തിന്റെ ഒരു ഉപകഥയായിട്ട്, അതൊന്നും മെയിൻ ത്രെഡിലുള്ളതല്ല. പക്ഷെ ഇത്തരത്തിലുള്ള വേർഷൻസും കേരളത്തിലും കാണാം. അപ്പൊ അതിലൂടെ എല്ലാം സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഇരാവാൻ അവന്റെ കഥ തമിഴ്നാട്ടില് ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ്. അതായത് ഇരാവാൻ വിവാഹിതനായ ദിവസം കൃഷ്ണനും അർജുനനും കാണാൻ വരുന്നുണ്ട്. അവിടെ വെച്ചൊരു ചർച്ച നടക്കുന്നുണ്ട്. യുദ്ധവിജയത്തിനു വേണ്ടി ഒരു സർവലക്ഷണ സംയുക്തനായ ഒരു പുരുഷനെ ബലി കൊടുക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അവിടെ സർവലക്ഷണ സംയുക്തനായിട്ടുള്ളത്. അർജുനനെ ബലി കൊടുക്കാൻ പറ്റില്ല, കാരണം അയാളാണല്ലോ യുദ്ധം ജയിക്കേണ്ടത്. അപ്പൊ പിന്നെ ഒരു സർവലക്ഷണ യുക്തൻ അവിടെ ഇരാവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇരാവാൻ സ്വയം ബലിയാവാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. അദ്ദേഹം നവവധുവിനോട് യാത്രയും പറഞ്ഞു പോയിട്ട് ബലി ആയി തീരുന്നു. അപ്പൊ ഇരാവാന്റെ വധു വിവാഹ ദിവസം തന്നെ വിധവയായി പോയ സ്ത്രീ. അപ്പൊ രാവിലെ വിവാഹം, വൈകുന്നേരം വൈധവ്യം. അപ്പൊ വളയൊക്കെ അടിച്ചു പൊട്ടിച്ച് മുടിയൊക്കെ വലിച്ചു പറിച്ച് അവളൊരു വിധവയുടെ വേഷത്തിലേക്ക് മാറുന്നു. അപ്പൊ ഈ ചടങ്ങ് പൊതുവെ കൂവാകം ഉത്സവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കാണാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു കഥ തമിഴ്നാട്ടിലും ഉണ്ട് ഇരാവാനെ കുറിച്ചുള്ളത്. കാസർഗോഡ് മരണവംശം എന്ന് പറയുന്ന നോവൽ അതുണ്ട്, വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും.
ഇരാവാൻ എന്ന് പറയുന്നത് വേറെ തരത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. യോദ്ധാവ് എന്നുള്ള നിലയ്ക്ക് ഈ യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ലാഞ്ഞിട്ടും അത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് രക്തസാക്ഷിയാവേണ്ടി വരുന്ന ആളാണ് ഇരാവാൻ. കാസർഗോഡ് കന്നഡ ഭാഗത്തുള്ള വേർഷനാണ്. അപ്പൊ ഇത്തരത്തിലെ മഹാഭാരതത്തിന് ഇങ്ങനെ ഒരുപാട് കഥകളും ഉപകഥകളും നമ്മുടെ പ്രഖ്യാതമായ ഒരു കഥാവസ്തുവിനെ ചുറ്റിപ്പറ്റി ഇന്ത്യ മുഴുവനും ഉണ്ട്. രാമായണത്തിന് 300ഓളം ഉപരാമായണങ്ങൾ അല്ലെങ്കിൽ 300ഓളം രാമായണങ്ങൾ ഉള്ളതുപോലെ തന്നെ. അതുകൊണ്ട് ഇതൊരു ഏകശിലാരൂപമുള്ള ഒരു കൃതിയല്ല, ഒറ്റക്കാലത്ത് ഉണ്ടായ കൃതിയുമല്ല. ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഓരോ കാലത്തും നടത്തിയ ഒരു കൃതിയാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി മഹാഭാരതം മുഴുവൻ നോക്കിയിട്ട് എവിടെയാണ് ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് എന്ന് കരുതലാണ്. ഗവേഷണത്തിലൊക്കെ നമ്മൾ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്ന പോലെ ഗവേഷണം നടത്തുമ്പം എവിടെയാണ് അറിവിനൊരു ഇടിവുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ഒരു ഗ്യാപ്പ് ഉള്ളത് നോക്കിയിട്ടാണ് ഗവേഷണം നടത്തുക. അപ്പോൾ ഇതുപോലെ നമ്മളൊരു കള്ളക്കഥ പറയുകയാണെങ്കിൽ പോലും അത് മഹാഭാരതത്തിന്റെ ഏത് പോയിന്റിൽ കൊണ്ടുവച്ചാലാണ് വിശ്വസനീയമാവുക എന്നുള്ളതായിരുന്നു അടുത്തൊരു അന്വേഷണം. അതായത് ഇത് മഹാഭാരതത്തിൽ ഉള്ളതാണ് എന്ന് ആൾക്കാർ വിചാരിക്കണം, അതാണ് ഉദ്ദേശം. അപ്പം ഇതിങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കരുത്. ഇത് വായിച്ചു വരുമ്പോൾ മഹാഭാരതം നേരത്തെ വായിച്ചിട്ടില്ലാത്ത ഒരാൾ ഇത് മഹാഭാരത കഥ റീനറേറ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാം. മഹാഭാരതം വായിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഈ കൃതി വായിക്കാൻ. ഇത് റെഫർ ചെയ്യേണ്ടതില്ല. പക്ഷെ റെഫർ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാം. വളരെ വിശ്വസ്തമായിട്ട് നുണ പറയുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഏത് സർഗാത്മക പ്രവൃത്തിയും. കവിത വലിയ നുണയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നോവലും വലിയ നുണ തന്നെയാണ്. അത് ഇത്ര കണ്ട് വിശ്വസനീയമാക്കാം എന്നുള്ളതാണ്. അപ്പം നിലവിലുള്ള ചരിത്രം നോവലാകുന്ന സമയത്ത് അല്ലെങ്കിൽ പുരാണ കഥ നോവലാകുന്ന സമയത്ത് രാഷ്ട്രീയം നോവലാകുന്ന സമയത്തൊക്കെ നോവലിന്റെ ആനുകൂല്യം ഫിക്ഷന്റെ ആനുകൂല്യം എഴുത്തിന് കിട്ടും. അപ്പം അത്തരത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പം വയലാറ് രാവണപുത്രി എഴുതുന്ന പോലത്തുള്ള അങ്ങനത്തെ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ പ്രഖ്യാതമായിട്ടുള്ള ഒരു കഥയാണെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ നമ്മുടേതായ എന്തെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഖാണ്ഡവ വനത്തിൻ്റെ അടുത്ത് ഖാണ്ഡവദാഹത്തിൻ്റെ അടുത്തൊരു ചെറിയ ഒരു കുറച്ച് സോഫ്റ്റാണ്. നമ്മളവിടെ തൊട്ട് അമർത്തി നോക്കിയെങ്കിൽ ഇവിടെ ഒരു പണി നടക്കും എന്ന് തോന്നും. മരമൊക്കെ മുറിക്കുമ്പോൾ ചെയ്യുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ്. ഇവിടെ നമുക്കൊരു ജോലി സാധ്യമാണ്, ഇവിടെ നമുക്കൊരു കഥ കയറ്റാം, പ്രശ്നമില്ല, ആൾക്കാർ വിശ്വസിച്ചോളും. അങ്ങനെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പം മഹാഭാരതത്തിനകത്തൂടി പല കുറി വരികയും പോവുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എവിടെയാണ് ഈ കഥ കൊണ്ടുവന്ന് കയറ്റേണ്ടത്? ഇത് ഊടുവഴികളിലൂടെയുള്ള സഞ്ചാരമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വണ്ടിയൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് ഊടുവഴി കൂടി എടുത്തിട്ട് പിന്നെ നാഷണൽ ഹൈവേയിൽ കയറുമല്ലോ, അതുപോലത്തെ ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഓടി വന്ന് നാഷണൽ ഹൈവേയിലേക്ക് കയറുമ്പോൾ പ്രഖ്യാതരായിട്ടുള്ള കഥാപാത്രങ്ങളെ അവിടെ കാണും, വീണ്ടും ഇറങ്ങിപ്പോകും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതി. മഹാഭാരതത്തിന്റെ മൊത്തം ആഖ്യാനവും അങ്ങനെ തന്നെയാണ്. ശാഖോപചംക്രമണം ആണ് മഹാഭാരതത്തിന്റെ ഒരു കഥാകഥന സ്വഭാവം. അതിന്റെ ആഖ്യാനം അങ്ങനെയാണ്. ഇത് അതിനെ മൈം ചെയ്യാണ് ചെയ്തത്. മഹാഭാരതം തുടങ്ങുന്നതും അതിൻ്റെ അകമൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവസാനവും ഉണ്ട്. മഹാഭാരതത്തിനകത്ത് പല കഥകളും പറയുമ്പം ഫലശ്രുതികളുണ്ട്. ഇത് വലിയ വലിപ്പം വിചാരിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഫലശ്രുതി ഇല്ലാതിരുന്നത്. ഒരു ഫലശ്രുതി അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ചെയ്തതാണ്. പക്ഷെ ഏകദേശം ഇതൊരു ടെക്സ്ചർ തോന്നാൻ വേണ്ടിയിട്ടാണ്, റെപ്ലിക്ക ആയിട്ടെ. അത് മഹാഭാരതത്തിന്റെ റെപ്ലിക്ക എന്നുള്ള രീതിയിലാണ് ഈ സാധനം വന്നത്. അത് മഹാഭാരതത്തെ റെഫർ ചെയ്യാതെ ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. കാരണം വലിയൊരു KC നാരായണ മാഷ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പുസ്തകം. അതായത് ഈ സോഫ്റ്റ്വെയർ നമ്മുടേതായിട്ടുള്ള ഇൻസ്റ്റലേഷനുകളൊക്കെ അനുവദിക്കുന്ന ഒന്നാണ്. അപ്പം അതാണ് ശരിക്കും അതിൻ്റെ സാധ്യതയാണ് ഉപയോഗിച്ചത്. ഒപ്പം ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കഥാപാത്രങ്ങളുടെ സ്വഭാവവും അവരുടെ മനോവികാരവും ഒക്കെ പഠിച്ചു പോകാനേ പറ്റൂ. തീർച്ചയായിട്ടും വർത്തമാനകാല ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ആ ജീവിതവുമായിട്ടുള്ള നമ്മുടെ ഒരു സങ്കലനം, അതുമായിട്ടുള്ള ഒരു ഇടപഴകലുകൾ വളരെ പ്രധാനമാണ്, നിലപാടുകൾ പ്രധാനമാണ്. അപ്പം അതെല്ലാം അതിനകത്തേക്ക് വരുന്ന രീതിയിൽ, അതായത് ദേശരാഷ്ട്ര സങ്കല്പം, ദേശവും പ്രദേശവും തമ്മിലുള്ള സംഘർഷം, വേഷത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പേരിലോ ഏതെങ്കിലും ആചാര മര്യാദകളുടെ പേരിലോ ഐഡിയോളജിയുടെ പേരിലോ ഒക്കെ വരാവുന്ന ജനപദങ്ങളും അവയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രവും തമ്മിൽ വരാവുന്ന സംഘർഷങ്ങൾ വലിയൊരു ഭൂമികയാണ്. ഇന്നത്തെ കാലത്ത് വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയം കൂടിയാണത്. അങ്ങനെ ഒന്ന് മനുഷ്യരെ വെച്ച് പറയുക എന്നുള്ളതാണ് നമുക്ക് ഇനിയെങ്കിലും ചെയ്യേണ്ടത് എന്ന് തോന്നിയതുകൊണ്ടാണ് ഒരൊറ്റ കഥാപാത്രത്തിന്റെ വ്യഥ എന്നുള്ള നിലയ്ക്ക് അല്ലാതെ അതിനെ
ഒരുപാട് മനുഷ്യരുടെ സംഘർഷം, അവരെല്ലാം കൂടി എത്തിച്ചേരുന്ന, മുറിവ് പറ്റിയവരും ഒക്കെ എത്തിച്ചേരുന്ന, അവരെയൊക്കെ സമാശ്വസിപ്പിക്കാവുന്ന ഒരു വാഗ്ദത്ത ഭൂമി എന്നുള്ള നിലയ്ക്ക് ആത്രേയകത്തെ വിഭാവനം ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട റെഫറൻസുകളാണ് പിന്നീട് എടുത്തത്. ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടത് ആയുർവേദം ഒരു ചികിത്സാ ശാഖയായിട്ട് രൂപപ്പെട്ടിട്ട് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് ഒരുപാട് ഗോത്രവർഗ പാരമ്പര്യത്തിൽ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒന്നാണ്. അപ്പൊ നിലവിൽ അതിന്റെ ടെക്സ്റ്റുകൾ ഉണ്ടാവാം, അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ചികിത്സ നടത്തുന്ന ഒരുപാട് ചികിത്സകരുണ്ട്. ഇപ്പം കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി ഭാഗത്ത് ഉളുക്ക് പിടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ സാധനം ഉണ്ടോന്ന്. പിന്നെ ഉളുക്ക്, അതായത് മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല, വാഴത്തട വെച്ചിട്ടാണ് അതിനുള്ളിലേക്ക് കയറ്റി നിർത്തിയിട്ട് വാഴ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഉളുക്ക് നീങ്ങും. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിഞ്ഞൂടാ. അതേപോലെ നമ്മുടെ ഗോത്രവർഗക്കാർ കൊണ്ടു നടക്കുന്ന ഒരുപാട് രഹസ്യമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. അതിനുവേണ്ടി മനുഷ്യർ നഗരങ്ങളിൽ നിന്ന് കാടുകളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, അവരുടെ വിജ്ഞാനം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരത് കൊടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. ഒപ്പം ഇതിൻ്റെയും മേലെ വന്നിട്ടുള്ള കുജിമാരതന്ത്ര ഭാഷ്യം എന്ന് പറയുന്നൊരു പുസ്തകം ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട മറ്റേ വാചീകരണ ചികിത്സയാണ് അതിൽ മുഖ്യമായിട്ടുള്ളത്. അത് റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ടും കൂടി ഇടകലർന്നുകൊണ്ടാണ് അതിൻ്റെ ഭൂമിക രൂപപ്പെടുത്തുന്നത്. അപ്പം അതൊരു വലിയ ഗവേഷണ പ്രവർത്തനമായിരുന്നു സത്യത്തിൽ. കല്യാണിക്ക് ഇത്രയും പണിയൊന്നുമില്ലായിരുന്നു, പക്ഷെ കല്യാണി 75 ദിവസം കൊണ്ട് എഴുതി തീർന്ന ഒരു നോവലാണ് ഇത്. 2016 മുതൽ, അന്ന് ഞാൻ ഉപേക്ഷിച്ചെങ്കിൽ പോലും സീരിയസ് ആയിട്ട് ഇതിൻ്റെ ഒരു എഴുത്ത് 2 വർഷം കൊണ്ട് ആണ്. ഇതിൻ്റെ ഒരു എഴുത്ത് പ്രക്രിയ 2 വർഷം കൊണ്ട് പൂർത്തിയായി. ഞാൻ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്, എല്ലാ ബാധ്യതകളും ഉണ്ട്, എഴുത്തുകാരിയാണ് എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്തിലോ കുടുംബത്തിലോ ഒന്നും ഒരു പ്രിവിലേജും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ സമയം മാത്രമാണ് അതിൻ്റെ ഒരു മൂലധനം എന്ന് പറയുന്നത്. മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത്. ഇതൊന്ന് ചിട്ടപ്പെടുത്തി വെച്ചിട്ട് പിന്നെ 2 വർഷം കൊണ്ട് എഴുതി പൂർത്തിയായതാണ് ഈ നോവൽ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇതാണ് ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഉത്പാദന പ്രക്രിയ, അങ്ങനെ പറയാം. ഭയങ്കര സർഗാത്മകമായിട്ട് വാർന്നു വീണു എന്നൊക്കെ പറയാവുന്ന മുഹൂർത്തങ്ങൾ തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. എഴുതി കഴിയുമ്പോൾ നമ്മളെ വല്ലാതെ ഹൃദയത്തിന് ഭാരം തോന്നിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് മറ്റുള്ളവരും വായിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മൾ അനുഭവിച്ചൊരു സംഗതി ശരിയാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ഗവേഷണ പ്രബന്ധത്തോടൊപ്പം അത്രയും നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ഇപ്പൊ ആ നോവൽ സ്വീകരിക്കപ്പെടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതല്ലാതെ തന്നെ നമുക്ക് സന്തോഷിക്കാം, നമ്മൾ ചെയ്ത ഒരു വർക്കിനെ ആൾക്കാർ അംഗീകരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇത്രയും പേരത് വായിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടപ്പോൾ ഈ ജോലികളൊന്നും വെറുതെ ആയില്ലല്ലോ എന്ന് പറയുന്നൊരു ചാരിതാർത്ഥ്യം ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എഴുത്ത് അനുഭവം എന്ന് പറയുന്നത്. കല്യാണി തീർച്ചയായിട്ടും എനിക്ക് പ്രിയപ്പെട്ട നോവലാണ്. 75 ദിവസം കൊണ്ട് എഴുതി പൂർത്തിയാക്കിയെങ്കിൽ പോലും ആ എഴുത്തിന്റെ പുറകിലുള്ളത് ഒരു 25 വർഷത്തെ മിണ്ടാതിരിക്കലാണ്. 25 വർഷം നിശബ്ദമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു മൂലധനാർജനമാണ്. അപ്പം അതും 7 വയസ്സ് മുതലേ നമ്മൾ ഉൾക്കൊണ്ടതും കണ്ടതും കേട്ടതുമായിട്ടുള്ള, അല്ലെ എൻ്റെ മുന്നിൽ കൂടി രൂപം കൊണ്ടുവന്ന എൻ്റെ ദേശമാണ് ആ കല്യാണിയിലും ഉള്ളത്. അത് മറ്റൊരു തരത്തിലുള്ള ആവിഷ്കാരമായി എന്ന് മാത്രം. എന്തായാലും ഈ 2 നോവലുകളെയും ഗൗരവത്തോടു കൂടി സ്വീകരിച്ചിട്ടുള്ള എല്ലാ വായനക്കാർക്കും നന്ദി. ഇത്രയും പറയാനുള്ള അവസരം ഉണ്ടായതിലും വളരെ സന്തോഷമുണ്ട്. ഇനി എന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ഈ ചർച്ചയിൽ ഇടപെട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. സന്തോഷം.